ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്ന് അടിപൊളി കിടുക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പു വന്നേക്കുന്നത്. മുഖമൊക്കെ ചുളിവുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഒരു 10-35 ആകുമ്പോഴത്തേനും മുഖത്ത് ചുളിവുകളൊക്കെ വരും. അപ്പോഴതൊക്കെ പോകാൻ വേണ്ടിയുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ്. മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും സൂപ്പറാണ്. അപ്പോഴേ കരിവാളിപ്പൊക്കെ മാറും. അതിനും കിടുക്കാച്ചിയാണ്. അപ്പോഴൊരു 3-4 കൂട്ടം കാര്യത്തിന് നമ്മുടെ ഈ ഒരു ടിപ്പ് സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ 2 ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ വേണ്ടത് നമുക്ക് കോഴിമുട്ടയുണ്ടല്ലോ, നമ്മൾ ചുമന്ന തോടുള്ള കോഴിയുടെ മുട്ടയാണ്. ചുമന്ന തോടുള്ള മുട്ടയുണ്ടല്ലോ, കോഴിയുടെ മുട്ടയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴതേ മുട്ടയുടെ വെള്ള എടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്തുവാണോ വേണ്ടത്, നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് കേട്ടോ. ഇത് 2 മാത്രം മതി. അപ്പോൾ നമുക്ക് തുറക്കാൻ മേലെ ദൈവമേ. അപ്പോൾ തുറന്നു. അപ്പോൾ ഇത് 2 മാത്രം മതി കേട്ടോ. ഈ മുട്ട വെള്ളയും പഞ്ചസാരയും കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ്. അടിപൊളി ടിപ്പാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. സുപ്പുവിൻ്റെ നെറ്റിയിലെ മരയൊന്നും കാണാനില്ലല്ലോ ഇല്ലേ. 50 വയസ്സൊക്കെ ആയി എന്നിട്ട്. അപ്പോഴിതേ എൻ്റെ നെറ്റിയിൽ ചുളിവുകളും ഒന്നുമില്ല. ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ ചുളിവുകളും ഒന്നുമില്ല. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ വേണ്ടത് നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചങ്ങ് പതപ്പിക്കണം കേട്ടോ. നന്നായിട്ട് പതപ്പിക്കണം. ശബ്ദം ഉണ്ടാക്കുന്ന എല്ലാവരും വിചാരിക്കും തട്ടുകട തുടങ്ങിയത്. ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തോണ്ട് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കുപ്പി പാത്രത്തിലായതുകൊണ്ട് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. നന്നായിട്ട് അടിച്ച് പതപ്പിച്ചുകൊണ്ട് വേണം. നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വന്ന് നമ്മൾ ഈ ഒരു പാക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം കേട്ടോ. മുഖത്ത് നിറം വയ്ക്കാനൊക്കെ നല്ലതാണ്. മുട്ടയുടെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് പേടിക്കണ്ട. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ഇരിക്കാം. എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാം. ആഴ്ചയിൽ 1 വട്ടമൊക്കെ നമുക്ക് ഈ മുട്ട പ്രയോഗം നടത്താം കേട്ടോ. വെയിലത്തൊക്കെ പോയിട്ട് നിങ്ങൾ മുഖമൊക്കെ കരുവാളിച്ചിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു ടിപ്പാണ്. നെറ്റിമേലല്ല, നമുക്ക് ഇവിടെ എല്ലാം ചുളിവുകളൊക്കെ വീഴും. നമ്മളത് അറിയുന്നില്ലെന്നേലും. പ്രായം ഒരുപാട് തോന്നിക്കത്തില്ലേ. ചിലർക്ക് പ്രായം കുറവായിരിക്കാം, പക്ഷേ പ്രായം ഒരുപാട് തോന്നിക്കും. അങ്ങനെയൊന്നും തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഈ ടിപ്പുകൾ ഓരോന്ന് നിങ്ങളങ്ങോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. നന്നായിട്ട് ഇതങ്ങോട്ട് മസാജും ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. മുഖത്ത് മാത്രം മതി, നമുക്ക് കഴുത്തിൽ ചെയ്യണ്ട. മുഖത്ത് മാത്രം ചെയ്താൽ മതി. അതേ നന്നായിട്ട് കുറച്ച് മതി കേട്ടോ. 1 സ്പൂണ് നമുക്ക് മുട്ടയുടെ വെള്ളം മതി. ഒത്തിരി എടുക്കണ്ട. 1 സ്പൂണ് മുട്ടയുടെ വെള്ളം മതി. അത് തന്നെ ധാരാളം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ. മുട്ടയുടെ ഒരു സ്മെല്ലില്ല കേട്ടോ. നമ്മൾ മുട്ട മുഖത്തിടുന്ന പഞ്ചസാരയായിട്ടങ്ങ് ഇത് മിക്സ് ആകുമ്പോഴേ നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. കുറച്ച് ഒരു മുട്ടയുടെ ഫുൾ വെള്ളം ഒന്നും വേണ്ട കേട്ടോ. ഫുൾ വെള്ളയൊന്നും വേണ്ട. ഒരു ഇച്ചിരിയേ ഞാനെടുത്തുള്ളൂ. ഇത് നമ്മൾ പതപ്പിക്കുമ്പോൾ ഒത്തിരി ഏറി വരും കേട്ടോ. അപ്പോൾ എനിക്ക് നെറ്റിയുടെ ഇവിടെ ഒന്നും വരകളും കുറികളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇരിക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജൊക്കെ ചെയ്തു. ഇനി 15 മിനിറ്റ് ഞാൻ കഴുകിയിട്ട് വന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷം നമുക്ക് കാണാം. നമുക്ക് ഈ മുട്ടയുടെ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലേസിങ് ഒക്കെ നമുക്ക് തോന്നത്തില്ല നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്ക്, ആഴ്ച ഒരു പ്രാവശ്യം. അപ്പോഴിതാ നമ്മൾ മുട്ടപ്പാക്കൊക്കെ ഇട്ട് അടിപൊളി സെറ്റായിട്ട് വന്നിട്ട് അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എപ്പോഴും പറയുന്നത് പോലെ അല്ല കേട്ടോ, ഇതൊരു സൂപ്പർ കിട്ടും ഒരു സംഭവമാണ്. കണ്ടോ എന്ത് നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മുഖത്തൊക്കെ. അപ്പോൾ നല്ല കളറൊക്കെ തോന്നിക്കും. ഇത് നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി പ്രാവശ്യമൊന്നും ചെയ്യേണ്ട. ആഴ്ച 2-3 പ്രാവശ്യമൊന്നും നിങ്ങൾ ചെയ്യേണ്ട. മുട്ട പ്രയോഗം, ഈ മുട്ടയുടെ പ്രയോഗം ഒറ്റയൊരു ദിവസം ചെയ്താൽ മതി. നമ്മുടെ മുഖത്തെ, നമ്മുടെ നെറ്റിമേലുള്ള നമ്മുടെ ഈ വരകളും ചുളിവുകളും എല്ലാം മാറിക്കിട്ടും. നല്ല ഒരു അടിപൊളി കളർ തന്നെ നമുക്ക് കിട്ടും. പിന്നെ വണ്ടനും ഈച്ചൊന്നും കൊണ്ടുവരാൻ നോക്കിക്കോണം നിങ്ങൾ കേട്ടോ. പഞ്ചസാര മിക്സ് ചെയ്തിരിക്കുമ്പോൾ എന്തായാലും ഇവരൊക്കെ വരും കേട്ടോ. എന്താ ഇവിടെ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ പാക്കിട്ടിരിക്കുമ്പോഴേ ഇവർ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സുപ്പ് നേരത്തെ അങ്ങ് പറഞ്ഞത്. ഒന്നും പേടിക്കേണ്ട, അവരങ്ങ് വന്നിട്ട് പോയിക്കോട്ടെ. പക്ഷെ 15 മിനിറ്റ് നേരം നമ്മൾ ഇരിക്കണം, സംസാരിക്കരുത്. മുട്ടയുടെ ടിപ്പായതുകൊണ്ട് തന്നെ ചുളിവുകളൊക്കെ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അന്നേരം സംസാരിക്കുകയേ ചെയ്യരുത് നമ്മൾ കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലുണ്ട്. എന്തായാലും ഇല്ലെങ്കിൽ മുട്ട വീട്ടിലില്ലെങ്കിൽ സുപ്പുവിനോട് പറഞ്ഞാൽ സുപ്പു എത്ര മുട്ട വേണേലും തരാം. ഞങ്ങൾ ഇവിടെ മുട്ട ഇടുന്നില്ല, പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് തന്ന് സഹായിക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ വേഗത്തിന് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് സുപ്പ് കാണിച്ചു തരുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ടൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും